കായികപ്രേമികളെ ആവേശത്തിലാക്കുന്ന വാർത്തയായിരുന്നു ഫുട്ബോൾ ഇതിഹാസം ലേല മെസ്സിയുടെ കേരള സന്ദർശനം. സൗഹൃദ മത്സരത്തിന് മിശികായും ടീമും നവംബറിലാണ് കേരളത്തിലെത്തുന്നത്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നവംബർ 15-നാണ് ഓസ്ട്രേലിയയുമായിട്ടുള്ള അർജന്റീനയുടെ സൗഹൃദ മത്സരം. മെസ്സി കേരളത്തിൽ എത്തിയാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിരിക്കുന്നത്. കേരള അടുത്തിടെ വൈറലായ പല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒന്നാണ്. സിനിമാ നിരൂപകൻ എന്ന പേജിലാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ പുറത്ത് മെസ്സിയുടെ ചിത്രത്തിനുള്ള പടുകൂറ്റൻ ഫ്ലെക്സിനോടൊപ്പം ഉണ്ടാകും. അതിൽ മെസ്സിയുടെ അതേ വലിപ്പത്തിൽ പിണറായി വിജയന്റെ ചിത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനേക്കാൾ വലിപ്പത്തിൽ പിണറായി വിജയന്റെ ഫോട്ടോ വന്നതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഈ പോസ്റ്റ്. കേന്ദ്രമന്ത്രിയുടെ മകൻ എന്ന ഹോൾഡ് ഉപയോഗിച്ച് മാധവ് സുരേഷ് VVIP ഗാലറിയിൽ ഇടം പിടിക്കുമെന്നും കൂളിംഗ് ഗ്ലാസ് ധരിച്ച് മത്സരം കാണുമെന്നാണ് മറ്റൊരു പോയിന്റ്. മത്സരം കാണാനെത്തുന്ന സുരേഷ് ഗോപിയോട് എയിംസിന്റെ സ്ഥലം നോക്കാൻ വന്നതാണോ എന്ന് കാണികൾ ഒരാൾ ചോദിക്കുന്നതും അതിൽ സുരേഷ് ഗോപിയെ ശുഭതനാക്കുന്നതും പോസ്റ്റിൽ പറയുന്നു. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് വിനീതിന്റെയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസും സിതാരയുടെ പാട്ടും ഉണ്ടാകുമെന്നും പരിപാടിയുടെ അവതാരിക രഞ്ജിനി ഹരിദാസ് ആയിരിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. മെസ്സിയെ കൊണ്ട് പോമോനെ ദിനേശ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നീ ഡയലോഗുകൾ പറയിപ്പിക്കുന്ന കാര്യങ്ങൾ ചിരി സമ്മാനിക്കുന്നുണ്ട്. മെസ്സിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞാൽ കളിയാക്കുമെന്ന് പേടിച്ച് 2 ദിവസം മുമ്പേ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി താമസമാക്കുമെന്നും മെസ്സിയുമായി സെൽഫി എടുക്കുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. കമന്റ് പറയാനെത്തുന്ന ഷൈജു ദാമോദരൻ മെസ്സിയുടെ കാലിൽ ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതും ഷേപ്പുള്ള മെസ്സിക്ക് വേണ്ടി ഫിഷ് നിർവ്വാണം തയ്യാറാക്കുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കളി കാണാനായി യൂട്യൂബർ സീക്രട്ട് ഏജന്റ് വരുമെന്നും സ്റ്റേഡിയത്തിന് പുറത്തെ കാറിലിരുന്ന് ലൈവ് മാച്ച് കാണുകയും സിനിമാ നിരൂപകൻ പ്രവചിക്കുന്നുണ്ട്. മെസ്സിയെ വിമർശിച്ച് മൈത്രേയൻ രംഗത്ത് വരും. പുരുഷന്മാർക്ക് പകരം യന്ത്രങ്ങൾ ഫുട്ബോൾ കളിക്കട്ടെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.